നമസ്കാരം. ശബരിമല ശ്രീകോവിലിലെ സ്വർണ്ണക്കൊള്ള കേസിൽ ഒടുവിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ തിരുവനന്തപുരം കരകുളത്തെ വീട്ടിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ ഒരാൾ ഈ കേസിൽ പോലീസ് കസ്റ്റഡിയിലാകുന്നത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. അറസ്റ്റിന് തൊട്ടുമുമ്പ് ഫേസ്ബുക്കിൽ കഥനകഥകളും വികാരഭരിതമായ പോസ്റ്റും എഴുതിയിട്ട് സർക്കാരിന്റെ രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഇതിന് പിന്നിലെന്ന് ആരോപിച്ച് കൈകഴുകാൻ നോക്കിയ പ്രശാന്തിനെ ക്രൈം എക്സിക്യൂട്ടീവ് ഓഫീസിലേക്ക് കൊണ്ടുപോവുകയും കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. 2019 നടന്ന സ്വർണ്ണക്കവർച്ചയും ക്രമക്കേടുകളും മറയ്ക്കാനാണ് 2025 ദ്വാരപാലക ശില്പങ്ങൾ ചട്ടങ്ങൾ കാറ്റിൽ പറത്തി ചെന്നൈയിലെത്തിച്ച് വീണ്ടും സ്വർണം പൂശിയതെന്നാണ് SITയുടെ കണ്ടെത്തൽ. പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ച വിശദീകരണം കേട്ടാൽ തോന്നും അയ്യപ്പന്റെ അശുദ്ധി മാറ്റാൻ ഇറങ്ങി പുറപ്പെട്ട മഹാനായ ഭക്തനാണ് താനെന്ന്. സത്യസന്ധമായും ഭക്തിയോടെയും ഭഗവാന് വേണ്ടി ചെയ്ത കാര്യത്തിൽ പശ്ചാത്താപമില്ല എന്നൊക്കെ തട്ടിവിടുമ്പോൾ മലയാളികൾ തിരിച്ചു ചോദിക്കുന്ന ചില കൃത്യമായ ചോദ്യങ്ങളുണ്ട്. ഈ കേസ് അന്വേഷിക്കുന്നത് നേരിട്ട് നിരീക്ഷണത്തിലാക്കിയ ഹൈക്കോടതി നിയോഗിച്ച SIT അന്വേഷണ സംഘമല്ലേ? അതിലെവിടെയാണ് രാഷ്ട്രീയ ഗൂഢാലോചന? 2025 ശില്പങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയപ്പോൾ സ്പെഷ്യൽ കമ്മീഷണറെയോ ബഹുമാനപ്പെട്ട കോടതിയെയോ അറിയിക്കാതിരുന്നത് വെറും ഉദ്യോഗസ്ഥ വീഴ്ചയെന്ന് പറഞ്ഞ് ഒതുക്കാൻ കഴിയുമോ? ശബരിമല ക്ഷേത്രാങ്കണത്തിൽ ഒരു സ്വകാര്യ സ്പോൺസറെ ഏൽപ്പിച്ച് പുതിയ അയ്യപ്പ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ താങ്കൾ എന്തിനാണ് വഴിവിട്ട് ഉത്തരവ് നൽകിയത്? അന്ന് ബഹുമാനപ്പെട്ട കോടതി അത് തടഞ്ഞില്ലായിരുന്നെങ്കിൽ അതൊരു ബ്രഹ്മാണ്ഡ സ്കാമായി മാറുമായിരുന്നില്ലേ? ഇതിന് മറുപടി പറയാൻ താങ്കൾക്ക് സാധിക്കുമോ? പ്രശാന്ത് അടക്കം 7 പേർക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയത്. ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമക്കൽ തുടങ്ങി ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ഇവരുടെ പേരിൽ ചുമത്തപ്പെട്ടിരിക്കുന്നത്. പ്രശാന്തിനെ കൂടാതെ ബോർഡംഗമായിരുന്ന അജികുമാറിനെ കായംകുളത്തെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു. ഇവർക്ക് പുറമെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി, തന്ത്രി കണ്ഠര് രാജീവര്, എക്സിക്യൂട്ടീവ് ഓഫീസർ, ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി എന്നിവരാണ് കേസിലെ മറ്റ് സുപ്രധാന പ്രതികളായിരുന്നത്. ഇതുകൂടാതെ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന സുന്ദരേശൻ, ബോർഡ് സെക്രട്ടറി ബിന്ദു, തന്ത്രി മഹേഷ് മോഹനർ, തിരുവാഭരണ കമ്മീഷണർ സുനില, എക്സിക്യൂട്ടീവ് ഓഫീസർ OG ബിജു തുടങ്ങിയ നിരവധി പ്രമുഖരുടെ പങ്കും ഇതിലേക്ക് അന്വേഷണം നീളുകയാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വിളിച്ചിരുന്നെങ്കിൽ താൻ വന്നേനെ, താനൊന്നും പിടിവിട്ട പുള്ളിയോ രാജ്യദ്രോഹിയോ അല്ലല്ലോ എന്ന് പ്രശാന്ത് പരിതപിക്കുമ്പോൾ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ എല്ലാവരും ഒരുപോലെയാണെന്ന് ഇനിയെങ്കിലും ഇവർ തിരിച്ചറിയണം. ശബരിമലയിലെ കാണിക്കവഞ്ചിയിലും തിരുവാഭരണത്തിലും കണ്ണുവെച്ച് ഭക്തജനങ്ങളുടെയും വികാരത്തെയും പണത്തെയും ചൂഷണം ചെയ്തവർ എത്ര വലിയ ഉന്നതരായാലും ജയിലിന്റെ ഇരുട്ടറയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ടോ രാഷ്ട്രീയ സംരക്ഷണം ഉന്നയിച്ചോ കേസിൽ നിന്ന് തടിയൂരാമെന്ന് ആരും കരുതണ്ട. ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണത്തിൽ നീതിപൂർവ്വം അന്വേഷണം നടക്കട്ടെ. ശബരിമലയിൽ അഴിമതി നടത്തിയത് ആരൊക്കെയാണെങ്കിലും അവരെയെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് കഠിനമായ ശിക്ഷ ഉറപ്പാക്കാൻ കഴിയണം.